ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നൊരു സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അവളുടെ തലമുടിയിൽ ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിത് ആ മുടിയൊക്കെ ഒന്ന് കെട്ടഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചീന്തിയിട്ട് അതിൽ ജടയൊക്കെ ഒന്ന് കളയാമെന്ന് വിചാരിച്ചു. സ്കൂളില്ലാത്ത സമയത്താട്ടോ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്കൂളിലെ ദിവസം അതിനൊന്നും ടൈം കിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാട്ടാ പൊന്നൂസ്. എണ്ണ തേക്കാനൊക്കെ ഭയങ്കര മടിയാട്ടാ. പിടിച്ചിരുത്തി എണ്ണ തേപ്പിക്കണം അവളതിന്. എണ്ണ കുറച്ച് തേക്കുമ്പോഴേക്കും തുടങ്ങും കേട്ടോ പൊന്നൂസ് കരച്ചിൽ. മതി മതി എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട്. ഇങ്ങനെ ഹെയർ കെയർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടാട്ടാ. അതിനൊക്കെ അവൾ സഹകരിക്കും കേട്ടോ. മുടി നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വെട്ടിയതാണ് കേട്ടോ. മുടി വളരുന്നില്ല എന്ന് തോന്നിയാൽ ഉറപ്പായും ചെയ്ത് നോക്കിക്കോളൂ. നല്ല റിസൾട്ട് ഉണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യാം കേട്ടോ. നീളം വയ്ക്കാനും മുടി നല്ല കട്ടി ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ. യാതൊരുവിധ ചിലവുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് കേട്ടോ. ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണേ. റിസൾട്ട് 100% കേട്ടോ. ഞാൻ ഉറപ്പ് തരുന്നു. പൊന്നൂസ് തലയിൽ തേക്കുന്ന എണ്ണയാണ് ഇത്. നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയതാണ് കേട്ടോ. അമ്മ കാച്ചിയതാണ്. ഇതിൽ കഞ്ഞുണ്ണി, കറിവേപ്പിൻ്റെ ഇല, ചെമ്പരത്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ചേർത്തിട്ട് ഉണ്ടാക്കണ എണ്ണയാണ് കേട്ടോ. മുടിക്ക് നീളം വയ്ക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും പിന്നെ താരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് കാച്ചിയതാണ് കേട്ടോ അമ്മ എണ്ണ. അപ്പോൾ അതാ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. സബോള ഉണ്ട് കേട്ടോ. സബോള നമ്മൾ എണ്ണ വെറുതെ കാച്ചി എടുത്താലും മുടി ഉണ്ടാവാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു സബോള എടുത്തിട്ടുണ്ട്. ചെറിയ സബോളയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതൊന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാനിത് ആ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി ആയാലും മതി, കോട്ടൻ്റെ തുണിയിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അരിപ്പുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അതിന് നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൊന്നൂസിൻ്റെ തലയിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഷാമ്പു ഉപയോഗിച്ചോ അല്ലാതെയൊക്കെ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ തലയോട്ടിയിൽ ഞാനിതാ ഇങ്ങനെ തേച്ചിങ്ങനെ പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്യണം. പൊന്നൂസിന് ഇത് തേച്ചാൽ നീരിറക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. 10 മിനിറ്റല്ലേ നമ്മൾ തേച്ച് പിടിപ്പിക്കണുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയുമല്ലോ. പൊന്നൂസിന് ആദ്യമൊന്നും ഇങ്ങനെ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കട്ടിയുള്ള മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. കോല് പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യൽ തുടങ്ങിയപ്പോഴാട്ടോ കുറച്ച് കട്ടിയൊക്കെ വെക്കൽ തുടങ്ങിയത്. പിന്നെ മുടി വളർത്താൻ നല്ല ഇഷ്ടമാട്ടോ അവൾക്ക്. മുടി വെട്ടാനായിട്ട് അവൾ സമ്മതിക്കില്ല കേട്ടോ. ഇപ്പം തന്നെ മുടി വെട്ടാൻ ഞാൻ കുറേ പറഞ്ഞിട്ടാട്ടോ കുറച്ച് മുടി വെട്ടിക്കളഞ്ഞത് അവളുടെ. നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നൂസിൻ്റെ മുടി. അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെട്ടിയിട്ടോ. കുറച്ച് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കയറ്റിയിട്ട് വെട്ടി. അതിന് കുറേ വാശി പിടിച്ചിട്ട് ഇരിക്കുക ചെയ്തു കേട്ടോ. ഇപ്പം നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള മുടി വളർത്താൻ നല്ല ഇഷ്ടമാട്ടോ. പക്ഷെ തലയിൽ എണ്ണ തേക്കാൻ മാത്രം സമ്മതിക്കില്ല കേട്ടോ. എണ്ണ തേക്കാനായിട്ട് എണ്ണക്കുപ്പി എടുത്താൽ തുടങ്ങും കരച്ചിൽ. ഇന്നലെ അല്ലേ അമ്മ തേച്ച്, പിന്നെ എന്തിനാ ഇന്നും തേക്കണമെന്ന് പറഞ്ഞിട്ട് ഗംഭീര കരച്ചിലാണ്. പിന്നെ ഞാൻ പിടിച്ച് ഇരുത്തിയിട്ട് വേണം തലയുടെ മുടിയിൽ ഒന്ന് എണ്ണ തേക്കാനായിട്ട്. സബോളയും കറിവേപ്പിൻ്റെ ഇലയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നാടൻ കറിവേപ്പിലാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പൊന്നൂസിൻ്റെ തലയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 10 മിനിറ്റ് നമുക്കിതൊന്ന് കെട്ടി വെക്കണം മുടി. എന്നിട്ട് പൊന്നൂസിൻ്റെ തലമുടി ഒന്ന് കഴുകിയെടുക്കണം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ടാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. പൊന്നൂസിൻ്റെ തലയിൽ ഇതാ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പൊന്നൂസിൻ്റെ തല കഴുകാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തലയിൽ കുറച്ച് ഒരു ലേശം ഷാമ്പു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തേപ്പിച്ചിട്ട് തല കഴുകിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ 3-4 കപ്പ് വെള്ളം എടുത്തിട്ട് പൊന്നൂസിൻ്റെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഷാമ്പു തേച്ചതാ തല കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അനിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ തേച്ച് കഴുകി എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.